ഓരോരുത്തരും വസിയത്ത് ചെയ്യുകയാണ്. ആശീർവാദങ്ങളും ബർക്കത്തുകളും ഒക്കെ ചൊരിയുന്ന ഒരു സമയത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ ചെറുപ്പം മുതലേ പഠിച്ച കാര്യമാണ്. അതിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും 4 കാര്യങ്ങളെ കിട്ടാറുള്ളൂ. എന്നാൽ പല ആളുകൾക്കും അള്ളാഹു സാമ്പത്തികമായും ശാരീരികമായും സൗകര്യങ്ങൾ ചെയ്ത ആളുകൾക്ക് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ 5-ാമത്തെ ഹജ്ജ് നിർവഹിക്കാനുള്ള പ്രത്യേക കാരുണ്യം അല്ലെങ്കിൽ ബർക്കത്ത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകം ഔദാര്യം കിട്ടുക എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ പ്രത്യേകം ഔദാര്യം ഈ വർഷം കിട്ടിയ ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഹാജിമാർ. നമ്മൾ ഹജ്ജിൻ്റെ സവിശേഷതകളെ സംബന്ധിച്ചും അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചുമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഹജ്ജിന് പോകാൻ തയ്യാറായി നിൽക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് കഅബാലയം പണിയുവാനും അത് ഹജ്ജ് ഉംറ അല്ലെങ്കിൽ നിന്നും കൊണ്ടും ഇരുന്നും കൊണ്ടും സാഷ്ടാംഗം ചെയ്തും കൊണ്ടുമൊക്കെ അള്ളാഹുവിനെ ആരാധിക്കാൻ വരുന്ന ആളുകൾക്ക് ആ ഗേഹം ശരിപ്പെടുത്തണമെന്നും ബഹുദൈവാരാധനയിൽ നിന്നും ശുദ്ധീകരിച്ചും കൊണ്ട് ആ കഅബയെ നിലനിർത്തണമെന്നും പറഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറയുകയാണ്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജ് ചെയ്യാൻ വേണ്ടി ജനങ്ങളോട് വരാൻ കൽപ്പിക്കുക പ്രവാചകരെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീക്, അങ്ങനെയാണെങ്കിൽ മലമ്പാതകളിലൂടെയും മെലിഞ്ഞൊട്ടിക ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ടും അവർ നിന്റെ അടുക്കലേക്ക് വരും. ഇത് കേട്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, എങ്ങനെയാണ് പടച്ചവനെ ഞാനിത് പ്രഖ്യാപിച്ചിട്ട് ജനങ്ങൾ ഇതറിയുക? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, താങ്കളോട് അത് പ്രഖ്യാപിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 3500 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഹജ്ജിന് വരാൻ കൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, അന്ന് എന്ന് പറയുന്നത് നാഗരികതയില്ല മക്കയിൽ, അവിടെ ജനവാസമില്ല. അതുകൊണ്ട് ഖുർആനിൽ മക്കയെ സംബന്ധിച്ച് 2 പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് ബക്ക എന്നും ഒന്ന് മക്ക എന്നും. ബക്ക എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിലെ ഹജ്ജിനെ സംബന്ധിച്ചും മക്കയെ സംബന്ധിച്ചും പറയുമ്പോൾ അവിടെ ബക്ക എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ബക്ക എന്ന് പ്രയോഗിക്കാനുള്ള കാരണം നാഗരികതയില്ലാത്ത ജനങ്ങളില്ലാത്ത ഒരു പ്രദേശത്തെയാണ് ബക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പോപ്പുലേഷൻ കുറഞ്ഞിരിക്കുന്ന, സാംസ്കാരികമായി ഉന്നതിയില്ലാത്ത, ആധുനിക സൗകര്യങ്ങളില്ലാത്ത ആ രാജ്യത്ത് നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും ആളുകളോട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരാൻ കൽപ്പിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് പ്രഖ്യാപിച്ചതിൻ്റെ ഫലമായി ഇന്ന് UN അംഗീകരിച്ച 193 രാജ്യങ്ങളും അംഗീകരിക്കാത്ത 2 രാജ്യങ്ങളുമായി 6 ഭൂഖണ്ഡങ്ങളിലായി 195 രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഹാജിമാർ ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി മക്കയിലേക്ക് ഇനി ഹജ്ജിൻ്റെ കാലഘട്ടമായാൽ പ്രവഹിക്കും. ഞാൻ പറഞ്ഞത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പ്രഖ്യാപിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ വലിയ സൗകര്യങ്ങളോ അത് എത്തിക്കാനോ സൗകര്യങ്ങളില്ല. എങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹം അത് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചപ്പോൾ ആ വിളി കേട്ടുകൊണ്ട് ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ 195 രാജ്യങ്ങളിൽ നിന്നും ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി ആളുകൾ അങ്ങോട്ട് എത്തിച്ചേരുന്നു. അതിൽ ഒരു കണികയാകാൻ നിങ്ങൾക്കും ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അള്ളാഹുവിനെ നിങ്ങൾ സ്തുതിക്കുക എന്നുള്ളത്. ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രാധാന്യത്തെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഉംറത്തു ഇലൽ ഉംറത്തി കഫാറത്തു ലിമാ ബൈനഹുമാ, ഒരു ഉംറ മറ്റൊരു ഉംറയുടെ ഇടയിലുള്ള ആ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉം ഇല്ലൽ ജന്ന, പുണ്യമാക്കപ്പെട്ട
ഹജ്ജിന്, പുണ്യകരമായ ഹജ്ജിന് അതിന് പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല. ഇങ്ങനെ ഹജ്ജും മബ്രൂർ നിർവഹിച്ചും കൊണ്ട് നാട്ടിലേക്ക് സമാധാനത്തോടു കൂടി തിരിച്ചു വരുവാനുള്ള തൗഫീക്ക് അള്ളാഹു ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും ആവർത്തി ചെയ്തും കൊണ്ടേയിരിക്കണം. ഫഇന്നഹുമാ യൻഫിയാനി അൽ ഫഖ്റ വദ്ദുനൂബ, കാരണം തുടർച്ചയായിട്ട് ഹജ്ജും ഉംറയും നിർവഹിക്കുമ്പോൾ നിങ്ങളുടെ ദാരിദ്ര്യവും നിങ്ങളുടെ പാപങ്ങളും അല്ലാഹു മായ്ച്ചു കളയും. കമാ യംഫിൽ കീറു ഹബ്സൽ അദീദ്, ഒരു ഇരുമ്പ് പണിക്കാരൻ ചുട്ട് പഴുപ്പിച്ച് അതിൻ്റെ തുരുമ്പുകൾ കളയുന്നത് പോലെ, അല്ലെങ്കിൽ വൽ ദഹബ വൽ ഫില്ലത, വെള്ളിയിലും സ്വർഗത്തിലും ചേർന്നിരിക്കുന്ന മായങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടി അതിനെ കുരിച്ചെടുക്കുന്നത് പോലെ തന്നെ മനുഷ്യന്മാർ ഹജ്ജും ഉംറയും ചെയ്യുമ്പോൾ ആ ഇരുമ്പിൻ്റെ തുരുമ്പ് കളയുന്നത് പോലെ, സ്വർണത്തിൽ നിന്നും വെള്ളിയിൽ നിന്നും അതിൻ്റെ അഴുക്ക് നീക്കി കളയുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ തിന്മകളെയൊക്കെ പാപങ്ങളെയൊക്കെ മായ്ച്ചു കളയും. വലൈസലിൽ ഹജ്ജത്തിൽ മബ്റൂർ, ഈ മബ്റൂറായ സ്വീകരിക്കപ്പെടുന്ന നല്ലതായ പുണ്യകരമായ ഹജ്ജിന് പ്രതിഫലമില്ല. സവാബുൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്താണ് സമയത്ത് നബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുക് റജഅ കയൗമി വലതഹു ഉമ്മഹു. അശ്ലീല വാക്കുകളും അധർമ്മവും കൂട്ടിക്കലർത്താതെ ആരെങ്കിലും ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെയാണ് മക്കയിൽ നിന്നും നിങ്ങൾ തിരിച്ചു വരിക, ഹജ്ജ് ചെയ്തും കൊണ്ട് തിരിച്ചു വരിക. ആ ഒരു പൈതലിനെ പോലെ മനസ്സു ശുദ്ധമായി കളങ്കരഹിതമായി ആരോടും പകയില്ലാതെ വിദ്വേഷമില്ലാതെ പരസ്പരം സാഹോദര്യത്തോടു കൂടി അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന അനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് അവിടെ നിന്ന് പ്രതിജ്ഞ ചെയ്തും കൊണ്ടാണ് നാം ഹാജിമാർ തിരിച്ചു വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇന്ന ഹവ്വല ബൈത്തിൻ ബുലിയ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി വക്കപ്പെട്ട ഗേഹമാണ് കഅബ എന്ന് പറയുന്നത്. ലല്ലദീ ബി ബക്ക, അത് ബക്കയിലുള്ള ആ ഗേഹമാണ് എന്ന് പറഞ്ഞു. അത് മുബാറക്കൻ, ആ മക്കയും പരിസരവും അനുഗ്രഹപൂർണമാണ്. വഹുദല്ലിൽ ആലമീൻ, ജനങ്ങൾക്ക് അതിൽ മാർഗദർശനവുമുണ്ട്. ഫീഹി ആയാത്തും ബയ്യിനാത്തുൻ, അതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവിടെ പരിസരങ്ങളിലുണ്ട്. വിശിഷ്യ മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന സ്ഥലവും അവിടെയുണ്ട്. വമൻ ദഖലഹു കാന ആമിന, ആ പ്രദേശത്തേക്ക് ആരെങ്കിലും കടന്നു ചെന്നാൽ പിന്നെ അവൻ നിർഭയനായി. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാ ഇലൈഹി സബീല, അതുകൊണ്ട് ആ മന്ദിരത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ആളുകൾ അതിലേക്ക് തീർത്ഥാടനം നടത്തിക്കൊള്ളട്ടെ, അത് അവർക്ക് അള്ളാഹുവോടുള്ള ബാധ്യതയാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹജ്ജ് നിർവഹിക്കുവാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈസും ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, എൻ്റെ ഉപ്പാക്ക് ഒട്ടകപ്പുറത്ത് ഇരുന്നു കൊണ്ട് നിവർന്നിരിക്കാൻ സാധിക്കുകയില്ല, അവർക്ക് ഹജ്ജ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വേണ്ടി നീ ഹജ്ജ് ചെയ്യുക എന്ന് ആ സ്ത്രീയോട് റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതായി നമുക്ക് ഹദീസിൽ കാണുവാൻ സാധിക്കും. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഹജ്ജിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുവാനാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്ന മഹത്വവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗമല്ലാതെ അതിന് പ്രതിഫലമില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന ഹാജിമാരോട് എനിക്ക് പറയാനുള്ളത്, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് പഠിച്ചിട്ടില്ലെങ്കിലും ഹജ്ജ് എങ്ങനെ നിർവഹിക്കണമെന്ന് പഠിക്കണം. കാരണം നമ്മൾ ഈ ഗവൺമെൻറ് 2 കൊല്ലം മുമ്പ് ഞാൻ ഹജ്ജിന് പോയത് കൊണ്ട് എനിക്ക് അനുഭവം പറയുകയാണ്. ഗവൺമെൻറ് ഗ്രൂപ്പിൽ പോകുന്ന ആളുകൾക്ക് വളണ്ടിയർ ഉണ്ടാകുമെന്നല്ലാതെ അവിടെ പല വിധത്തിലുള്ള ആശയക്കാരും ആദർശക്കാരും ഉണ്ടാകുന്നത് കൊണ്ട് പല രൂപത്തിലുള്ള കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ ഏതാണ് ഇസ്ലാം പഠിപ്പിച്ചത്, ഏതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, അത് വ്യതിരിക്തമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ ക്ലാസ്സിൽ നിങ്ങൾ പ്രത്യേകം അത് പഠിക്കണമെന്നും വീട്ടിലും തുടർന്ന് പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഉണർത്തുകയാണ്. നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പല കാര്യങ്ങൾക്കും യുക്തിയും ബുദ്ധിക്കും സ്ഥാനമില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ ഹാജറ മക്കക്കും സഫാ മർവയുടെ ഇടയിൽ ഓടിയിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഞാൻ എന്തിനു ഓടണം? അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മകനെ
കൊണ്ടുപോകുമ്പോൾ പിശാച് തടയപ്പെട്ടു എന്ന് പറയുന്നു. അതുകൊണ്ട് ജംറകളിൽ കല്ലെറിയുന്നെന്ന് പറയപ്പെടുന്നു. പക്ഷെ ആ ജംറകളിൽ ഞാൻ എന്തിന് കല്ലെറിയണം? ഈ ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. അവിടെ പൂർണ്ണമായി അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. അങ്ങനെ പൂർണ്ണമായി അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാനുള്ള ഒരു ബോധ്യം മനസ്സിൽ ഉണ്ടാക്കുക എന്നുള്ളതും ഹജ്ജിന്റെ മറ്റൊരു ഉദ്ദേശമാണ്. അങ്ങനെ ആ ബോധ്യം നമുക്കുണ്ട്. ഒരിക്കൽ കൂടെ കഅബയുടെ അടുക്കൽ പോയി അവിടെ നിന്ന് ഉരച്ചു നോക്കിയിട്ട് നമുക്കത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഹജ്ജിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം നമുക്കറിയാം. ഈ 195 രാജ്യങ്ങളിൽ നിന്ന് മിക്കവാറും എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഹജ്ജിന് വരും. പക്ഷെ അവിടെ വർണ്ണവർഗ ദേശഭാഷകൾക്ക് അതീതമായി എല്ലാവരും ഒരേ നാവ് കൊണ്ട് ചൊല്ലുന്നു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അള്ളാഹുവേ, നിന്റെ വിളിക്ക് ഞാൻ ഇതാ ഉത്തരം ചെയ്തിരിക്കുന്നു. ആരാണ്? 195 രാജ്യങ്ങളിൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന, വ്യത്യസ്ത ഡ്രസ് കോഡുകൾ സ്വീകരിക്കുന്ന ആളുകൾ അവിടെ നിന്നും കൊണ്ട് ഒരേ ഡ്രസ്സ് ധരിച്ചും കൊണ്ട് ഒരേ മുദ്രാവാക്യം മുഴക്കുന്നു, അള്ളാഹുവേ നിന്റെ വിളിക്കുതാ ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുകയാണ്, എൻ്റെ നാട്ടിലേക്ക് ഞാൻ തിരിച്ചു പോയാൽ അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്താം. അങ്ങനത്തെ ആളുകൾക്കാണ് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഹജ്ജ് മബ്രൂറായി നിർവഹിക്കുവാൻ നിങ്ങൾക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഹജ്ജ് നിങ്ങളത് ശരിക്ക് പഠിക്കണം. അവിടെ ചെന്നാൽ ഞാൻ പറഞ്ഞല്ലോ, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിധത്തിൽ പല പ്രവർത്തനങ്ങളും അവിടെ കാണും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്താണ് ഹജ്ജിന്റെ കർമ്മം, 8ന്റെ അന്ന് എന്ത് ചെയ്യണം, 9ന്റെ അമ്പ്, 10ന്റെ അന്ന്, അങ്ങനെ 13 വരെ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായി പഠിക്കണം. അതിൻ്റെ അപ്പുറമുള്ളതൊക്കെ തള്ളിക്കളയുകയും വേണം. അതുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ഈ ക്ലാസ് നിങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടുത്ത വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി സ്വാദിഖ് മദീനിയെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം സംസാരിക്കേണ്ട വിഷയം, അദ്ദേഹം ഇവിടെ സംസാരിക്കുന്ന വിഷയം തൗഹീദിന്റെ വിളംബരമാണ് ഹജ്ജ് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.